നമസ്കാരം. നമ്മളിന്ന് ഒരല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാലൻസിങ് പോസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ യോഗയിൽ ചെയറ്, ബോള്, ബ്ലോക്സ്, സ്ട്രാപ്പ് അങ്ങനെ പലതരത്തിലുള്ള പ്രോപ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീര വഴക്കം കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതിനൊക്കെയാണ് ഈ പറയുന്ന യോഗ പ്രോപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ബോളാണ്. ഇതുപോലെ യോഗ മാറ്റിലേക്ക് വയ്ക്കുന്നു. ഈ ബോളിൻ്റെ മധ്യഭാഗത്തു നിന്ന് മുന്നിലേക്ക് ഇരിക്കുന്നു. മീൻസ് ബട്ടക്സ് ഒത്തിരി പുറയിലേക്ക് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം പുറയിലേക്ക് വീഴാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദെൻ കാൽപ്പത്തികൾ ഷോൾഡർ ലെവലിൽ നിന്ന് ഒരല്പം അകറ്റി വയ്ക്കാണ്ട് വലത് കാലം മടക്കുന്നു. ഇടത് കാലം കൊണ്ട് ബാലൻസ് ചെയ്യുക. കാൽപ്പത്തിൽ നടുക്ക് പിടിക്കുക. ശ്വാസം എടുത്ത് ഇതുപോലെ നിവർത്തുക. ദെൻ സാധാരണ ശ്വാസം നോട്ടം നേരെ ഒരു പോയിന്റിലായിരിക്കണം, അല്ലെങ്കിൽ കാൽ വിരലുകളിലേക്ക് നോക്കാം. ദെൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ഇതന്നെ ഞാനൊന്ന് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നു. ബോളിൻ്റെ മധ്യഭാഗത്ത് മുന്നിലേക്കായിരിക്കണം. ദെൻ വലത് കാല് ഇതുപോലെ മടക്കുക. ശ്വാസം എടുത്ത് നടുവ് നിവർത്തി കാലിൽ ഇതുപോലെ മുട്ട് നിവർത്തുക. സാധാരണ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യും. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ, ഇതുപോലെ 2 ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് ഭിത്തിയോട് ചേർന്ന് ഈ ബോൾ വയ്ക്കുക. ഈ 2 ബ്ലോക്ക് കൊണ്ടും നമ്മുടെ ബോളിൻ്റെ ഇരുവശങ്ങളും ലോക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഈ ബോളിലേക്ക് ഇരിക്കുന്നു. ഇതേപോലെ തന്നെ മധ്യഭാഗത്ത് നിന്ന് മുന്നിലേക്ക്. എന്നിട്ട് പതിയെ ഓരോ കാല് ഉയർത്തി ശരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വലത് കാലാണ് ഉയർത്തുന്നതെങ്കിൽ ഇടത് കാലം കൊണ്ട് തന്നെ ബാലൻസ് പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യും, ഓക്കെ എനിക്ക് ബാലൻസ്ഡ് ആയെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലത് കാലാണ് ഉയർത്തുന്നതെങ്കിൽ ഇടത് വശത്തെ ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇടത് കാല് കൊണ്ട് ബാലൻസ് പഠിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡോടെ ഓക്കെ ആണെന്ന് തോന്നിയാൽ, മീൻസ് 2 ബ്ലോക്കിലാണ്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നിയാൽ അത് മാറ്റുക. എന്നിട്ട് ഭിത്തിയോട് അപ്പോഴും ചേർത്താനായിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്ക് ഒരല്പം കൂടെ ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ തോന്നി തുടങ്ങുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരടി ഒന്ന് അകറ്റി വയ്ക്കാം. ഭിത്തിയിൽ നിന്ന് ഒരടി മാത്രമേ അകറ്റാവുള്ളൂ, ഒത്തിരി അകറ്റരുത്. കാര്യം വെച്ചാൽ പുറകിലേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ. അഥവാ ഒരടിയാണ് നമ്മൾ അകറ്റുന്നതെങ്കിൽ അഥവാ ഒന്ന് പുറകോട്ട് പോയാലും നമുക്ക് ഇതുപോലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ യോഗ ചെയ്യുന്ന ഒരാളെ അരികിൽ നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇരുന്നിട്ട് ഈ ഒരു ബാലൻസിങ് പോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആസന തന്നെ പല പ്രാവശ്യം ചെയ്യുന്നത്, ആവർത്തിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ അവിടുന്ന് ഒരു അല്പം കൂടെ ഒന്ന് ഉയർത്തി ഒന്ന് ചെയ്യാൻ നോക്കിയാൽ അത് ഏറ്റവും നല്ലതാണ്. കൂടുതൽ ബാലൻസിങ്ങും അതുപോലെ തന്നെ കൂടുതൽ കോൺസെൻട്രേഷനൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഭിത്തിയുടെ ഹെൽപ്പോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക.